ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം മിടിഞ്ഞു വീണു. ആളപായമില്ല. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം എന്നാണ് നിഗമനം. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയിൻ, ഈ 5 നില കെട്ടിടം തകർന്നു വീണു എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഒരാൾക്ക് പരിക്കില്ല എന്ന് കേൾക്കുന്നത് വലിയ ആശ്വാസം. ജെയിൻ, തീർച്ചയായിട്ടും ദേശീയപാതയോരത്താണ് പാമ്പനാറിന് സമീപം ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നത്. പക്ഷേ 5 നില കെട്ടിടം എന്ന് പറയുമ്പോഴും ആ 5 നില കെട്ടിടം പണിയുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അതിന്റെ ഫൗണ്ടേഷൻ അടക്കം നിർമ്മിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്തരം ഒരു ഫൗണ്ടേഷൻ പോലും ഇല്ലാതെയാണ് ഈ കെട്ടിടം പണിതത് എന്നുള്ളതാണ്. ചെരിഞ്ഞ ഒരു പ്രദേശത്തായിരുന്നു ഈ കെട്ടിടം പണിതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാരം, ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുമ്പോൾ ഫൗണ്ടേഷൻ കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ ഈ കെട്ടിടം പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ സമയത്ത് ഇതിൽ തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളപായമില്ല. പാമ്പനാറിന് ദേശീയപാതയോരത്ത് സമീപത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 3:45 കൂടിയായിരുന്നു അപകടം. ആഗ്നസ് എന്ന് പറയുന്ന പാമ്പനാർ സ്വദേശിയുടേതാണ് ഈ കെട്ടിടം. ജെയിൻ, ഇത്ര ഉയരത്തിലൊക്കെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കുമ്പോൾ അതിൽ നിർമ്മാണത്തിൽ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ 3:45 സംഭവിച്ചിരിക്കുന്നത് ഈ അപകടം. ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഈ ക്രമക്കേടിൽ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമല്ലോ ജെയിൻ? തീർച്ചയായിട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷെ ആ കാര്യം ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഒരു 30 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, പ്രത്യേകിച്ച് വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകാറില്ല. വീടുകൾക്കാണ് സ്വാഭാവികമായും ഇളവ് ലഭിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു വാണിജ്യ കെട്ടിടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് നിയമവിരുദ്ധമായി ആരാണ് അനുമതി നൽകിയത്? കൂടാതെ അതിന്റെ ആ പ്രദേശത്ത് ഇത്തരം ചെരിഞ്ഞൊരു സ്ഥലത്ത് കെട്ടിടം പണിയാൻ പഞ്ചായത്തിന്റെ അടക്കം ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു പകൽ സമയത്താണ്, ഇപ്പോൾ ജോലി നടക്കുന്ന ഒരു സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ദുരന്തമായി മാറിയാൽ. അപ്പം രാത്രി ആയതുകൊണ്ട് മാത്രമാണ് ആളുകൾ ആരും അപകടത്തിൽ പെടാതിരുന്നത്. കൂടാതെ ദേശീയപാതയോരമാണ്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ റോഡിലേക്ക് പതിച്ചിട്ടില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ അപകട സാധ്യതയും ഉണ്ടായിരുന്നു. ഈ കാര്യത്തിലൊക്കെ അധികൃതരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അന്വേഷണം ആവശ്യമാണ്. കാരണം ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഈ സ്ഥലമുടമയ്ക്ക് എങ്ങനെ അനുമതി ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൂടാതെ സ്വാഭാവികമായും നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ അതിന്റെ അടിത്തറ ബലപ്പെടുത്തിയുള്ളതായിരിക്കും. കാരണം 5 നില കെട്ടിടമാണെങ്കിൽ അത്രത്തോളം ഉറപ്പുള്ള അടിത്തറയാണ് പണിയേണ്ടത്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒന്നുകിൽ പയൽ ചെയ്ത് അടിത്തറ ഉറപ്പിക്കേണ്ടത് അടക്കമുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും ചെയ്തതായി കാണുന്നില്ല, ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ 5 നില കെട്ടിടത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു അടിത്തറ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മഴയൊന്നും മഴയുണ്ട്, ഇല്ല എന്നല്ല, മഴയുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള മഴ ഇതുവരെ പെയ്തിട്ടില്ല. എന്നിട്ടും ഈ കെട്ടിടം താഴേക്ക് പതിച്ചിട്ടുണ്ടാവുക അതിന്റെ അടിത്തറ ബലമില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ ജെയിൻ, എത്രയൊക്കെ ചട്ടങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത്ര ഉയരത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. അതിന്റെ അടിത്തറ ബലപ്പെടുത്താതെയാണ് ഈ 5 നില കെട്ടിടം പണിതുയർത്തിയത്. പുലർച്ചെ ആയതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ അവിടെ ഇല്ലാതിരുന്നതും വലിയൊരു ദുരന്തം ഒഴിവായി മാറിയതും. എന്തായാലും ഈ ലൈസൻസ് എങ്ങനെ ലഭിച്ചു, ഈ നിർമ്മാണ അനുമതി ആര് നൽകി, എങ്ങനെ നൽകി എന്നുള്ളതിലൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.